കേരളത്തിൽ ശനിയാഴ്ച തെക്കു പടിഞ്ഞാറൻ കാലവർഷം എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ്. 16 കൊല്ലത്തിനിടെയാണ് ഇതാദ്യമായി കാലവർഷം ഇത്ര നേരത്തെ എത്തുന്നത്. മുൻപ് 2019 മെയ് 23-നായിരുന്നു സംസ്ഥാനത്ത് കാലവർഷം എത്തിയത്. സാധാരണയായി ജൂൺ 1-ാം തീയതിയാണ് സംസ്ഥാനത്ത് കാലവർഷം എത്താറുള്ളത്. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായി 8 ദിവസം മുൻപേ ഇക്കുറി കാലവർഷം എത്തിയിരിക്കുകയാണ്. 1990-നായിരുന്നു 1975-ന് ശേഷം കേരളത്തിൽ ഏറ്റവും നേരത്തെ കാലവർഷം എത്തിയിരുന്നത്. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തന്നെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സാധാരണ സമയക്രമത്തിന് ഏകദേശം ഒരാഴ്ച മുമ്പേ കേരളത്തിൽ കാലവർഷം എത്തി. കഴിഞ്ഞ 16 വർഷത്തിനിടയിലെ ഏറ്റവും നേരത്തെയായിരിക്കും ഈ വർഷം കേരളത്തിൽ കാലവർഷം എത്തിയിരിക്കുന്നത്. ജൂൺ 1-ന് ആരംഭിക്കുന്ന പതിവിന് 8 ദിവസം മുമ്പേ ഇന്ന് കേരളത്തിൽ മൺസൂൺ എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. മൺസൂൺ ആരംഭിക്കുന്നതിന് അനുകൂലമായ എല്ലാ സാഹചര്യങ്ങളും സംസ്ഥാനത്ത് വികസിപ്പിച്ചിട്ടുണ്ടെന്ന് സർക്കാരും അറിയിച്ചു. കഴിഞ്ഞ 2 ദിവസമായി കേരളത്തിലെ പല ഭാഗങ്ങളിലും ശക്തമായ മഴ പെയ്യുകയാണ്. 2009-ലും 2001-ലുമാണ് സംസ്ഥാനത്ത് അവസാനമായി മൺസൂൺ ഇത്രയും നേരത്തെ എത്തിയതെന്നും അന്ന് മെയ് 23-നാണ് സംസ്ഥാനത്ത് കാലവർഷം എത്തിയതെന്നും അറിയിച്ചിട്ടുണ്ട്. സാധാരണയായി കേരളത്തിൽ മൺസൂൺ ആരംഭിക്കുന്നത് ജൂൺ 1-നാണ്. എന്നിരുന്നാലും ആദ്യമായി മൺസൂൺ മഴ നേരത്തെ എത്തിയത് 1918 മെയ് 11-നാണ്. മറുവശത്ത് വൈകി എത്തിയതിൻ്റെ റെക്കോർഡ് 1972-ലാണ്. അന്ന് ജൂൺ 18-ന് മാത്രമാണ് മൺസൂൺ മഴ ആരംഭിച്ചിരുന്നത്. കഴിഞ്ഞ 25 വർഷത്തിനിടയിൽ ഏറ്റവും വൈകിയ വരവ് 2016-ലായിരുന്നു. ജൂൺ 9-നാണ് അന്ന് കാലവർഷം കേരളത്തിൽ പ്രവേശിച്ചത്. തെക്കൻ സംസ്ഥാനങ്ങളുടെ പ്രവചനം എന്തൊക്കെയാണെന്ന് പരിശോധിക്കണം. തെക്കൻ സംസ്ഥാനങ്ങളായ കേരളം, കർണാടകയുടെ തീരദേശ തെക്കൻ ഉൾനാടുകൾ, കൊങ്കൺ, ഗോവ എന്നിവിടങ്ങളിൽ ശനിയാഴ്ച ഒറ്റപ്പെട്ട അതിശക്തമായ മഴ പെയ്യുമെന്നും ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുണ്ട്. മെയ് 29 വരെ കേരളത്തിലും തീരദേശ കർണാടകയിലും കനത്തതോ അതിശക്തമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അടുത്ത 5 ദിവസങ്ങളിൽ തമിഴ്നാട്, തെലങ്കാന, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത ഉണ്ടാകുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളുടെ പ്രവചനവും ഇതിൽ ഉൾപ്പെടുകയും ചെയ്യുന്നു. മഹാരാഷ്ട്ര തെക്കൻ കൊങ്കൺ തീരത്തിനടുത്തായി കിഴക്കൻ മധ്യ അറബിക്കടലിൽ ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. മെയ് 24-ന് പുലർച്ചെ രത്നഗിരിയിൽ നിന്നും ഏകദേശം 40 കിലോമീറ്റർ വടക്കു പടിഞ്ഞാറായി ഇത് നിലകൊള്ളുകയും ചെയ്യുന്നു. ഇത് കിഴക്കോട്ട് നീങ്ങി ഇന്ന് രാവിലെ രത്നഗിരിക്കും ദാപ്പോളിക്കും ഇടയിൽ തീരം കടക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. മഹാരാഷ്ട്രയിലെ തീരദേശ ജില്ലകളിൽ കനത്ത മഴ പെയ്യുമെന്ന് പ്രവചിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പാണ് അവിടങ്ങളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മുംബൈയിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ മണിക്കൂറിൽ 40 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന കാറ്റിനും സാധ്യതയുള്ളതായി കാലാവസ്ഥാ വകുപ്പ് റിപ്പോർട്ട് ചെയ്യുന്നു. ഗോവയിൽ ഞായറാഴ്ച വരെ ശക്തമായതോ അതിശക്തമായതോ ആയ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഗോവയിൽ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മുൻകരുതൽ എന്ന നിലയിൽ നദികളിൽ നിന്നും വെള്ളച്ചാട്ടങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ സംസ്ഥാന സർക്കാർ ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ തീരദേശ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും കനത്ത മഴ പെയ്തു. വടക്കൻ ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ പ്രവചനം എന്തൊക്കെയാണെന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഡൽഹി NCR അതേസമയം വെള്ളിയാഴ്ച പുലർച്ചെ 5:40-ന് പുറത്തിറക്കിയ IMD അപ്ഡേറ്റ് പ്രകാരം അടുത്ത 2 മണിക്കൂറിനുള്ളിൽ ദക്ഷിണ ഡൽഹിയുടെയും ദേശീയ തലസ്ഥാന മേഖലയുടെയും ചില ഭാഗങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. ഡൽഹി NCRൽ ഓറഞ്ച് അലേർട്ടും പുറപ്പെടുവിച്ചിട്ടുണ്ട്. മണിക്കൂറിൽ 70 കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയേക്കാവുന്ന കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു. മറ്റ് വടക്കൻ സംസ്ഥാനങ്ങൾ മെയ് 24-ന് ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയുള്ള മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയേക്കാവുന്ന കാറ്റിനെയാണ് ശക്തമായ കാറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജമ്മു കാശ്മീർ, ലഡാക്ക്, പഞ്ചാബ്, ഹരിയാന, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ ചില ഭാഗങ്ങളിലും നേരിയതോ മിതമായതോ ആയ മഴയ്ക്കും കാറ്റിനും സാധ്യതയുള്ളതായി പ്രവചിക്കപ്പെട്ടിട്ടുണ്ട്. കിഴക്കൻ മധ്യ സംസ്ഥാനങ്ങളുടെ പ്രവചനം ജാർഖണ്ഡിൽ അടുത്ത കുറച്ച് ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ കാറ്റും വ്യാപകമായ മഴയും ഉണ്ടാകുമെന്ന് വെള്ളിയാഴ്ച കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുണ്ട്.
കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കനുസരിച്ച് മെയ് 29 വരെ സാധാരണയേക്കാൾ കുറഞ്ഞ താപനില 31 മുതൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെ തുടരാൻ സാധ്യതയുള്ളതായി പ്രവചിക്കപ്പെട്ടിട്ടുണ്ട്. മെയ് 24 മുതൽ 26 വരെ പശ്ചിമ ബംഗാൾ, സിക്കിം, മധ്യപ്രദേശ്, വിദർഭ, ഛത്തീസ്ഗഡ്, ഒഡീഷ, ബീഹാർ എന്നിവിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ വ്യാപകമായ നേരിയതോ മിതമായതോ ആയ മഴയ്ക്കും ശക്തമായ കാറ്റിനും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ വീശുന്ന കാറ്റിനും സാധ്യതയുണ്ട്. ഇന്നും നാളെയും മധ്യപ്രദേശിലും ബീഹാറിലും ഇടിമിന്നൽ മണിക്കൂറിൽ 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ വീശേക്കുന്ന കാറ്റിനും സാധ്യതയുണ്ട്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ മെയ് 24, 26 വരെയും, വിദർഭ, ഛത്തീസ്ഗഡിൽ മെയ് 24-നും, ബീഹാറിൽ മെയ് 25-നും, ഒഡീഷയിൽ മെയ് 24, മെയ് 27 മുതൽ 29 വരെയും, പശ്ചിമ ബംഗാളിൽ നിന്നും സിക്കിമിൽ നിന്നും മെയ് 28 മുതൽ 29 വരെയും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്ത മഴ പെയ്യാൻ സാധ്യതയുള്ളതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്.